ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആനക്കൂട്ടിലോട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പത്തനംതിട്ട ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മുടെ കോന്നി ആനക്കൂട്ടിലേക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ കോന്നി ആനക്കൂട്ടിയിലെത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ആനക്കൂട്ടിയിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റുകളുടെ വില. വർക്കിംഗ് ടൈം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. ഗായ്സ് അപ്പോൾ നമ്മൾ ആനക്കൂട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൊച്ചു ആനക്കുട്ടനെയാണ് കാണുന്നത്. ഇവൻ്റെ പേരെന്ന് വെച്ചാൽ കൊച്ചയ്യപ്പൻ. വയസ്സ് 2 വയസ്സ്. 2021 ഇവനെ കിട്ടുന്നത്. റാന്നി ഡിവിഷനിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ആനക്കൂട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഏക കുട്ടിയാനയാണിത്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഏക ആനത്താവളമാണ് നമ്മുടെ കോന്നി ആനത്താവളം. അപ്പോൾ ഇവൻ്റെ പേര് ഇവ. 22 വയസ്സുണ്ട്. 2003 ഏറുമുഖത്ത് നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ക്യാമറ കൊണ്ടുകൊണ്ട് പോസ് ചെയ്യുന്നുണ്ടോ? ഗായ്സ് അപ്പോൾ ഇവൾ പ്രിയദർശിനി. 1992 നമ്മുടെ കോന്നിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. 40 വയസ്സുണ്ട്. ഗായ്സ് ഈ ആനയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മീന എന്നാണ്. 33 വയസ്സുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ കോന്നി റേഞ്ചിൽ നിന്ന് മണ്ണാർപ്പാറയിൽ നിന്ന് കിട്ടിയതാണ്. 1991 ഈ ആനയെ കണ്ടെത്തിയത്. ഗൈസ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ആന ഉള്ളതായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് ആനകളേ ഉള്ളൂ ഇവിടെ. ഗൈസ് ഇവൻ്റെ പേര് കൃഷ്ണ. വയസ്സ് 11. തിരുവനന്തപുരം കുട്ടപ്പാറയിൽ നിന്നാണ് ഇവനെ കിട്ടിയത്. 2014 കിട്ടിയത്. ഇവിടുത്തെ ആനകളുടെ കൂട്ടത്തിൽ ആക്റ്റീവായിട്ടുള്ള ആന ഇവനാണ്. ഇനി നമ്മൾ ആർട്ട് ഗാലറിയിലേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ അകം കാണാൻ നല്ല ഭംഗിയാണ്. ഈ ആനകളുടെ ശില്പം ചിരട്ട വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന ആർട്ടുകളെല്ലാം നമ്മുടെ തടികളും പിന്നെ നമ്മുടെ ചിരട്ടകളും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള ഇഷ്ടം പോലെ ആനകളുടെ പ്രതിമകൾ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മുടെ ഈ സൈഡുകളിൽ മൊത്തവും ആനകളെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്.
ഈ ആനയെ കച്ചി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്ന മ്യൂസിയത്തിലേക്കാണ്. അപ്പം നമ്മുടെ മ്യൂസിയത്തിൽ തന്നെ ആന എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വരെ ഒരു ചെറിയൊരു മിനിയേച്ചർ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വാരിക്കുഴി വെച്ച് ആനയെ പിടിക്കുന്ന രീതിയാണിത്. ഗൈസ്, അതേപോലെ തന്നെ ഇവിടെ ഒരു തടിമില്ല് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തടിമില്ലിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിനി AV റൂമിലേക്കാണ് കയറുന്നത്. ഇവിടെ നമുക്ക് വിവിധ തരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ട് സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാം. ഇത് ആനയുടെ അസ്ഥികൂടമാണ്. ഇതിൽ കൊമ്പൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒറിജിനലാണ്. ഇവിടെ വരുന്ന കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ ഒരു അടിപൊളി പാർക്ക് ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിനോട് ചേർന്നൊരു ഫുഡ് കോർട്ടും ഇവിടെയുണ്ട്.